ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് റിവ്യൂലോട്ടാണ്. ഡയറക്ടർ റൈറ്റർ ചിദംബരം എസ് പൊതുവാൾ. ഇതിനു മുമ്പ് ജാനേമാൻ ഡയറക്ഷൻ ചെയ്ത. ഇപ്പോൾ ഈ ഒറ്റ വാക്കി പറഞ്ഞ വാട്ട് എ പടം, സൂപ്പർ. തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തി കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതേപോലെ പിടിച്ചിരുത്തി ഓരോ ഷോട്ടായാലും ഓരോ രീതിയിൽ ഓരോ ഇതിൽ പിടിച്ചിരുത്തി കാണിച്ചിട്ടുണ്ട്. ഓരോ സീനിലായാലും ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിയ ഒരു സ്റ്റോറിയാണ്. 2006 ഗുണ കേവ്സ് എന്ന കൊടൈക്കനാലിനടുത്തുള്ള അത് ഡെവിൽ കിച്ചൻ എന്നാണ് ആ ഒരു കേവിൻ്റെ പേര്. അതിനകത്ത് അകപ്പെട്ട ഒരു പിള്ളേരുടെ ഒരു സ്റ്റോറി, റിയൽ സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. സാധാരണ ഞാൻ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ വളരെ നിരീക്ഷിച്ച് പോവും. കാരണം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിയേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു സിനിമയിലോട്ട് കയറി ഒന്ന് കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ തിയേറ്ററിലല്ല അവരുടെ കൂടെ തന്നെ, എന്നുവെച്ചാൽ ആ ഒരു ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടെന്നുള്ള തോന്നലിൽ നമ്മളും ആ ഒരു യാത്ര കണ്ട് ഇങ്ങനെ പോവുക. ഇനി ഇതിനകത്തൊരു ഷോട്ടുണ്ട്, വെള്ളത്തിനടിയിലുള്ള നമ്മുടെ അവതാറിനകത്തൊക്കെ കാണിക്കുന്നിട്ടുള്ള ഒരു ഷോട്ടുണ്ട്. എന്ത് ക്ലാരിറ്റിയിൽ അത് ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ഒരു നെഗറ്റീവും എനിക്ക് ഒന്നും പറയാനില്ല. 100% ഇത് മഞ്ഞുമൽ ബോയ്സ് ടീമിന് അർഹതപ്പെട്ടതാണ്. ഇത് അതിലൊരു സംശയമില്ല. തുടക്കം തൊട്ട് അവസാനം വരെ മുൾമുനയിൽ പിടിച്ചിരുത്തി, അതായത് നമ്മുടെ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷയിൽ തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തി കാണിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ജാനേമാൻ ചെയ്ത ആയാലും, ജാനേമാൻ എനിക്കൊരു ആവറേജിന് മേളിൽ നിൽക്കുന്നൊരു പടമായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു അവസാനത്തെ ഒരു 20 മിനിറ്റ് ക്ലൈമാക്സിൽ അതാണ് ആ ഒരു ഇമോഷനിലാണ് പടം എനിക്ക് നല്ലൊരു വർക്കായത്. ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു കൂടെ നമ്മുടെ നാട്ടിലായാലും കുറേ ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ, ഒരു കൂട്ടം ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഓരോരുത്തർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാം ഇത് കണക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു രീതിയിലാണ് ഇത് കണക്റ്റ് ആവുന്നത്. ആ ട്രിപ്പിന് പോകുന്നതായാലും എല്ലാം നമ്മളുടെ ആ നമുക്കൊരു കണക്റ്റ് ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് അതിനകത്ത് കാണിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ആവും. അതിപ്പോൾ ഇതിനകത്തായാലും അത് നല്ല രീതിയിൽ ക്യാച്ചാക്കി വെച്ചിട്ടുണ്ട്. 2006 കാലഘട്ടം, 2006 നടക്കുക ആ ഒരു രീതിയിലുള്ള ഡ്രസ് കോഡായാലും എല്ലാം ആ രീതിക്ക് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സർവൈവൽ ത്രില്ലർ പടമല്ലേ. ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നില്ല ലാലേട്ടനെ വെച്ചൊരു സർവൈവൽ ത്രില്ലർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മലയൻ കുഞ്ഞ്, ഇതേപോലെയൊക്കെയുള്ള സർവൈവൽ ത്രില്ലർ വന്നിട്ടുണ്ട്. ലാലേട്ടനെ വെച്ചാൽ അതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു പേരിന് കൊണ്ട് വണ്ടി വന്നിരിക്കുന്നത് അതൊന്നും നമ്മൾ അതൊന്നും നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നില്ല. പക്ഷേ ഇതിനകത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ ഗുഹയ്ക്കകത്തോട്ട് പോകുന്ന ഓരോ ഷോട്ടുകളുണ്ട്. ആ ഗുഹയ്ക്കകത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു VFX ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലൊരു ഫീലിംഗ്, എന്ന് വെച്ചാൽ ഒരു ഗുഹയുടെ കൂട്ടുള്ളൊരു ഫീലിംഗ് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അതുപോലൊരു സ്ഥലം ഉണ്ട് എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ബ്രില്യൻ ഡയറക്ടറുടെ ഒരു കഴിവാണ് അത് അങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക്, നമുക്ക് ആ ഒരു ഓരോ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ നമ്മളെ രക്ഷപ്പെടുത്തിക്കുന്നതിനുള്ള ഒരു സ്കോറുകളൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് നെഞ്ചെടുപ്പ് കൂട്ടാനും മുൾമുനയിൽ നിർത്താനും ഒക്കെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു വിജയമാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. ഓരോരുത്തരും, ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല, ഇത് ഓരോരുത്തരുടെയും ഈ ഒരു സിനിമ ഓരോരുത്തരുടെയും വിജയമാണ്. ഓരോരുത്തരും ആ അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇതായിട്ട് പോകും. എല്ലാവരും എല്ലാ രീതിയിലും നല്ലോണം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സൗബിൻ നല്ല രീതിയിൽ, സൗബിനെ ശ്രീനാഥ് ഫസി, ഇവർ രണ്ടുപേരെയാണ് എടുത്തു പറയേണ്ടത്. ബാക്കി എല്ലാവരും എടുത്തു പറയേണ്ടതാണ്. ഇതൊരു ടീമിൻ്റെ വിജയമാണ് ഈ ഒരു സിനിമ. എനിക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ്, നമുക്കൊരു ഇമോഷൻ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഒരു സിനിമയുടെ വിജയം. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അടുത്തൊരു വീഡിയോ വരുന്നത്.